വ്യോമയാന മേഖല കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരാഴ്ചയോളമായി നീണ്ടു നിൽക്കുന്ന വിമാന റദ്ദാക്കലും യാത്രാ തടസ്സങ്ങളും ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് പെരുവഴിയിലാക്കിയത്. കേവലം സാങ്കേതിക തകരാറുകൾ എന്നതിനപ്പുറം രാജ്യത്തെ പ്രമുഖ വിമാന കമ്പനികൾ നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും ആഗോള സാഹചര്യങ്ങളും ചേർന്നാണ് ഈ വലിയ പ്രതിസന്ധിക്ക് കാരണമായത്. ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ റദ്ദാക്കുകയും യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാർ മുതൽ പൊതുജനങ്ങൾ വരെ ഈ പ്രതിസന്ധിയോട് കൂടുതൽ ജാഗ്രതയോടെയാണ് പ്രതികരിച്ചത്. ഇൻഡിഗോയും എയർ ഇന്ത്യയും ചേർന്ന് ഇന്ത്യൻ മാർക്കറ്റിന്റെ 90% പങ്ക് കൈവശപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. ഒരു വലിയ എയർലൈനിലുണ്ടാകുന്ന സാങ്കേതിക അല്ലെങ്കിൽ മനുഷ്യപ്പിഴവുകൾ പോലും രാജ്യത്തിന്റെ വ്യോമയാന ചക്രത്തെ തളർത്തുവെന്ന തിരിച്ചറിവാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. ഇതോടൊപ്പം തന്നെ കൂടുതൽ മത്സരക്ഷമമായ എയർലൈനുകൾ ഇന്ത്യക്ക് അനിവാര്യമാണെന്ന് വിദഗ്ധർ നിരീക്ഷിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അൽ ഹിന്ദ് എയർ, ഫ്ലൈ എക്സ്പ്രസ്, ശംഖ് എയർ എന്നീ പുതിയ എയർലൈനുകൾക്ക് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം NOC അനുവദിച്ചത്. ഇത് ആഭ്യന്തര വ്യോമയാനത്തിന് ഒരു പുതു ഊർജമായി മാറുമെന്ന പ്രതീക്ഷ ഉയരുന്നു. കേരളം ആസ്ഥാനമായുള്ള അൽ ഹിന്ദ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ അൽ ഹിന്ദ് എയർ കോഴിക്കോടിൽ നിന്ന് ആരംഭിച്ച വിദേശത്തും ഗൾഫ് മേഖലയിലും സേവനം വിപുലീകരിക്കാനുള്ള ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ്. ആദ്യം ATR 72 എന്നീ ടാർബോപ്രോപ്പ് വിമാനങ്ങളുമായിട്ടാണ് സർവീസ് ആരംഭിക്കുക. കൊച്ചി ബംഗളൂരു, കൊച്ചി മൈസൂരു, കൊച്ചി തിരുവനന്തപുരം, ചെന്നൈ തുടങ്ങിയ റൂട്ടുകൾ ഇതിനകം തന്നെ ഉദ്ദേശപട്ടികയിൽ ഇടം പിടിച്ചു. തുടർന്ന് എയർബേസ് A320 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾക്ക് വഴിയൊരുക്കി ഗൾഫ് റൂട്ടുകളും വിമാനപ്പറക്കൽ തുടങ്ങാനുള്ള പദ്ധതി വ്യക്തമാണ്. പുതിയ തൊഴിലവസരങ്ങൾ, മേഖലയുടെ ടൂറിസം വളർച്ച, യാത്രക്കാർക്ക് കൂടുതൽ ഇഷ്ടാനുസൃത നിരക്കുകൾ എന്നിവ ഇതുവഴി പ്രതീക്ഷിക്കപ്പെടുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ശംഖ് എയർ ഇതിനോടകം NOC നേടി. നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇവരുടെ പ്രവർത്തന കേന്ദ്രമാവുക. ലക്നൌ, വാരണാസി, ഡൽഹി, മുംബൈ, ബംഗളൂരു തുടങ്ങി പ്രാധാന്യമേറിയ നഗരങ്ങളെ ബന്ധിപ്പിക്കാനുള്ള പദ്ധതി ഇതിനോടകം രൂപപ്പെടുത്തിയിട്ടുണ്ട്. 2026 ആദ്യപാദത്തിൽ സർവീസ് ആരംഭിക്കുമെന്നും 3 വർഷത്തിനുള്ളിൽ 2020-25 വിമാനങ്ങൾ വരെ ഫ്ലീറ്റ് വർദ്ധിപ്പിക്കുമെന്നും ചെയർമാൻ ശരവൺ കുമാർ വിശ്വകർമ്മ വ്യക്തമാക്കുന്നു. മറ്റൊരു പുതിയ പ്രവേശകൻ ഫ്ലൈ എക്സ്പ്രസ്. ഇതിന്റെ അടിസ്ഥാന വിവരങ്ങൾ കുറവായിരുന്നെങ്കിലും ഹൈദരാബാദ് ആസ്ഥാനമായി ഒരു കാർഗോ കൊറിയർ ഗ്രൂപ്പിന്റെ പിന്തുണയോടെയാണ് പ്രൊജക്ട് മുന്നോട്ട് പോകുന്നത്. കാർഗോ പാസഞ്ചർ ഹൈബ്രിഡ് സർവീസുകൾ ഭാവിയിൽ കൂടുതൽ സാധ്യതകൾ തുറക്കാൻ ഇടയാക്കുമെന്നതാണ് വ്യവസായ നിരീക്ഷണം.